എഴുന്നേപ്പിച്ചോളൂ. ഇനി എന്താണാവോ? ഇനി എന്താവാൻ? അല്ല, കൊണ്ടുപോട്ടെന്ന് ചോദിക്കായിരുന്നു. ആയിട്ടില്ല, കഷായം കൂടെ തരാം. അത് പാകാണേ ഉള്ളൂ. ഇരിക്ക. ഒക്കെ പോയല്ലോ. ലക്ഷ്മിയെ ഓടി വായോ. കണ്ടില്ല ഇത് നീയ്? പാകം തെറ്റി. നീ ഒന്നിനും കൊള്ളില്ല. എടുത്ത് കളാ. വടക്കേ കുപ്പയിലേക്ക് ചെയ്യണം. അടുക്കളയിൽ ചായ തിളച്ചു തൂങ്ങിയപ്പോ ഒന്ന് ഓടിപ്പോയതാ ഞാൻ. അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചെഞ്ചില്ലാതെ കഷായത്തൊക്കെ വലുതാണ് ചായന്റെ വെള്ളം. പോകുമ്പോ ഞാൻ ആ ചെക്കനോട് പ്രത്യേകം പറഞ്ഞിച്ചു പോയതാ ഇതിലേക്ക് ഒരു കണ്ണ് വേണേന്ന്. ആരുടെ? കുഞ്ഞീഷടാ. നല്ല ആളെയാ നീ ഏൽപ്പിച്ചിട്ട് പോയേ. എവിടെയാ വിദ്യാസുരൻ? ഞാനിവിടെ ഉണ്ടച്ചാ. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഈ കഷായം തിളച്ചു തോന്നുമ്പോ ആ തീയെങ്കിലും ഒന്ന് കെടുത്തിക്കൂടായിരുന്നോ? കാർക്കോടക. അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം കിട്ടിയാ മതി, കഷായവും കുഴമ്പും ലേഹ്യവും ഒന്നും ഈ കാർക്കോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ലെന്ന്. അത് നിനക്ക് വിവരമല്ലാഞ്ഞിട്ട് പറഞ്ഞല്ലേ കുഞ്ഞീഷ? എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതെ, അതുകൊണ്ടാണല്ലോ അത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ. ചതുരാകൃതിയിലാണോ ഗുളിക ഉരുട്ടുക? പിന്നെ എങ്ങനെ ഉരുട്ടുക? ഇത് കണ്ടോ ലക്ഷ്മിയെ? ഇതെങ്ങനെയാ മനുഷ്യന്മാർക്ക് കൊടുക്കും? ഓ, എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനെ ഒരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത്. അച്ഛാ, എന്നെ അങ്ങനെ ഇടിച്ചു താഴ്ത്തരുത്. എടാ, നിന്റെ അനിയൻ 3 മാസം കഴിയുമ്പോ MBBS പാസ്സായി വരും. അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിയെ ഇങ്ങനെ ചതുരാകൃതിയിൽ ഉരുട്ടിയിരിക്കേ ഉള്ളൂ. എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ. എത്ര രോഗികളാ ദിവസം ഇവിടെ വരുന്നത്. ഒരു ചരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ? നല്ല കഥയായി. ചരങ്ങ് പിടിച്ചവനെ നീ ചികിത്സിച്ച് അത് കുഷ്ടായി മാറും. പ്രീ ഡിഗ്രിക്ക് സുവോളജി എടുത്തിരുന്നെങ്കിൽ MBBSന് എനിക്കും സീറ്റ് കിട്ടിയാണ്. അതിന് പ്രീ ഡിഗ്രിക്ക് ചേരാൻ നീ SSLC പാസ്സായിട്ട് വേണ്ടേ? അതാണ് കുഴപ്പം. ചതിക്കല്ലേ തമ്പ്രാനെ, കുടുംബം പുലർത്തേണ്ട പണിസാധനങ്ങളാ. അതിങ്ങി താ തമ്പ്രാനെ. നീ ഇപ്പൊ അങ്ങനെ കുടുംബം പുലർത്തണ്ട. എന്റെ കാശും പലിശയും തിരിച്ചു തരാതെ ഞാനിത് തരില്ല. മാസം 6 ആയില്ലേ? നീന് പറ്റിക്കുക. നിന്റെ അച്ഛൻ കുഞ്ഞിക്കണാരാൻ വിചാരിച്ചാലും എന്നെ പറ്റിക്കാനാവില്ല. പണിയില്ലാഞ്ഞിട്ടല്ലേ തമ്പ്രാനെ പൈസ? പണിയില്ലാത്തവരെന്തിനാ പണിയായുധം? ഇത് ഇരുമ്പാ, വെറുതെ വെച്ചാ തുരുമ്പെടുക്കും. നീ എവിടെയെങ്കിലും പോയിട്ട് എന്റെ കാശി കൊണ്ടുപോവാ. അപ്പൊ ഞാനിത് 10 ആയിട്ടൊക്കെ തിരിച്ചു. വിഷു കഴിഞ്ഞിട്ട് തന്നോളാം തമ്പ്രാനെ. നിന്റെ വക്കാലത്തൊന്നും വേണ്ട. എന്റെ പരക്ഷകളാ നിങ്ങളൊക്കെ. 100 ഉറുപ്പിക ഒരു രേഖയില്ലാതെ നിനക്ക് എന്നെ വേണം ചവിട്ടാൻ. വിഷു കഴിഞ്ഞിട്ട് തരും പോലും. എന്തൊരു സത്യസന്ധത. പിറകെ നടന്ന് ശല്യം ഉണ്ടാക്കാതെ പൊയ്ക്കോ നിങ്ങള്. ഇതില്ലാണ്ട് കുടി പോയിട്ട് എന്താ തമ്പ്ര? എന്നാ പോവണ്ട. ഈ നട്ടപ്പോലെ വെയിലത്ത് ഇവിടെ തന്നെ നിന്നോ. സമയം കഴിഞ്ഞല്ലോ. നീ എല്ലാരും നാളെ വരിക. ശരി. ആ ചെങ്ങാരമ്പള്ളിലെ വേലായിരം വണ്ണ ഭരണിയിലെ കഷായം എടുത്ത് കൊടുക്ക. കാശോ? ഒന്നും വാങ്ങണ്ട, മെരിറ്റിനാണ്. താനിപ്പോ പലിശയ്ക്ക് പണം കൊടുക്കൽ നിർത്തി കിളക്കല് തുടങ്ങിയ? അളിയലല്ലേ പറഞ്ഞത് ഇവിടെ മുളക് വള്ളിയുടെ മൂട് കളിക്കാൻ ഒരു തൂമ്പയില്ലെന്ന്? ഒന്നല്ല, 3 എണ്ണം. എവിടുന്നായിട്ടൊക്കെ? വരുന്ന വഴിയില് ഒരു വിദ്വാൻ ഇത് വിൽക്കാന്ന് വെച്ചിരിക്കണു. അപ്പോഴാ അളിയൻ പറഞ്ഞ കാര്യം ഞാൻ ഓർത്തത്. ഉറുപ്പി 200 കൊടുത്തു. എങ്ങനെ കാശെടുത്തോട്ട് വാ, എന്നിട്ട് ഇതെടുത്തൊക്കെ അകത്തോട്ട് വെക്ക്. ഇത് പഴയതാണല്ലോ ശിവശങ്കര. പുതിയതല്ല. പുതിയതിനിപ്പോ എന്താ വില എന്നാ വിചാരം? ഈ സെക്കൻഡ് അല്ല. ഇത് ആ കരിയാത്തന്റെ ആണല്ലോ ഞങ്ങളെ. അന്നൊരു ദിവസം അവനൂടെ കളിക്കാൻ വന്നപ്പോ ഇത് അവന്റെ കണ്ടു. കരിയാത്തത് തന്നെയാ. അവന്റെ കയ്യിൽ തന്നെയാ ഞാൻ വില കൊടുത്ത് വാങ്ങിയത്. ശിവശങ്കര, താനിത് വില കൊടുത്ത് വാങ്ങിയോ അതോ പിടിച്ചിട്ടോ? എന്താ കാശും പലിശ തന്നല്ലേ, പിന്നെ ഞാൻ എന്താ ചെയ്യാ? അളിയൻ പറയേ. വെറുതെ അല്ല തന്നെ നാട്ടുകാര് പ്രാകുന്നത്. എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലേ കെട്ടി വെക്കുന്നത്? കാശിന്റെ കാര്യത്തില് ഇനി കഴിയാത്തതല്ല, സാക്ഷാൽ ദുർവാസാവ് നേരിട്ട് വന്ന് ശപിച്ചാലും എനിക്ക് പ്രശ്നമല്ല. അതെ, ഈ കൊള്ള മുതൽ വിൽക്കാൻ വേണ്ടിട്ട് ആങ്ങളെ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? അതിന് മാത്രമല്ല, നേര് പറഞ്ഞാ ഞാനിപ്പോ വന്നത് ഇന്ദിരയുടെ ഫീസിന്റെ കാര്യം പറയാനാ. ഇന്ദിരയുടെ ഫീസിന്റെ കാര്യം? അവളിപ്പോ ടൈപ്പ് അടിക്കല്ലേ. നാളെ അത്ര ഫീസ് കൊടുക്കേണ്ടത്. ഉറുപ്പിയെ 40 വേണ്ടത്. എന്റെ കാശില്ലേ കയ്യിൽ കൊടുക്കാൻ? അത് ഞാനാ കൊടുക്കുക, അളിയിലല്ലേ കൊടുക്കേണ്ടത്. തന്റെ മോള് ടൈപ്പ് പഠിക്കാൻ ഞാനാ പൈസ കൊടുക്ക? അതേ അവൾ ആർക്ക് വേണ്ടിയാ ടൈപ്പ് പഠിക്കണത്? എനിക്ക് വേണ്ടിയാ. അളിയന്റെ മേൽ ഉണ്ണിക്ക് വേണ്ടിയാ. അവനല്ലേ അവളെ കല്യാണം കഴിക്കാൻ പോണത്. ഭാവിയിലേ അവളെ ടൈപ്പ് പഠിക്കുന്നതിന്റെ ഗുണമാർക്കാ? ഉണ്ണിക്ക് അല്ലേ മകളെ?
താൻ പറയണതൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. തന്റെ മോള് എന്റെ മോൻ ഉണ്ണിയും തമ്മിലുള്ള വിവാഹം നടന്നു കാണാൻ തന്നെ പോലെ തന്നെ ധൃതിയുണ്ടിരിക്കും. പക്ഷെ മൂത്തവനായ കുഞ്ഞീഷ്ണനെ നിർത്തിയിട്ട് എങ്ങനെയാ? നാട്ടുമര്യാദക്കെതിരല്ലേ ശിവശങ്കര? നാട്ടുകാരോട് പോയി പണി നോക്കാൻ പാടില്ല. നമ്മുടെ കാര്യം തീരുമാനിക്കേണ്ടത് നമ്മളല്ലേ. അതിപ്പോ അത്ര നിർബന്ധാന്ന് വെച്ചാ കുഞ്ഞീഷ്ണോട് ഒരു പെണ്ണ് കണ്ടു കളയാം, രണ്ടും കൂടെ ഒരുമിച്ചങ്ങ് നടത്താം. എന്താ? ഏതായാലും 2-3 മാസം കഴിഞ്ഞ് അവനിങ്ങ് പോരുകയല്ലേ. ഉണ്ണിയുടെ അച്ഛൻ പറയണത് പഠിപ്പ് കഴിഞ്ഞു വന്നാലും അവൻ ഇവിടെ തന്നെ ഒരു ക്ലിനിക്ക് തുടങ്ങാലോ എന്നാ. ഒരു ഇരിപ്പുറപ്പിച്ചിട്ട് പോരെ കല്യാണക്കാരിയൊക്കെ ചിന്തിക്കുന്നത്? പോരാ, ചിന്തിക്കാനുള്ളത് അപ്പ ചിന്തിക്കണം. പട്ടണത്തിൽ പഠിക്കണ ചെറുക്കനാ, എപ്പോഴാ മനസ്സ് മാറുകയെന്നറിയില്ല. മാത്രമല്ല, പഠിപ്പും പദവിയുള്ള പയ്യന്മാരെ വലവീശി പിടിക്കാൻ ആളുണ്ടാവും പട്ടണത്തില്. പിന്നെ അളിയന്റെ നേർപ്പങ്ങള് എന്റെ ഭാര്യ മരിക്കാൻ നേരത്ത് പറഞ്ഞത് ഇന്ദുമോളെ ഇങ്ങോട്ടേ കെട്ടിച്ചു കൊടുക്കാവുന്നല്ലേ? അല്ല, അതിനിപ്പോ ഇവിടെ ആർക്കും എതിർപ്പൊന്നും ഇല്ലാലോ. തന്നെയല്ല, അവർ രണ്ടുപേരും മനസ്സുകൊണ്ട് അടുപ്പാണേനും. ആ നിർബന്ധാച്ചാ ഒന്നിത്തളം വരെ വന്നു പോയാൽ ഞാൻ ഉണ്ണിക്ക് കത്തെഴുതാം. കുറിപ്പടി നോക്കി കൃത്യമായിട്ട് കൊടുക്കുക. ആ മരുന്നൊക്കെ കഴിക്കണം കേട്ടോ. ഓ, കുറുന്തോടിക്കൊക്കെ എന്താ ക്ഷമം. എന്നാലും ഞാൻ ഒപ്പിച്ചു, കാരക്കുന്ന് കയറി പറഞ്ഞിട്ടാണെങ്കിലും. എവിടെ നോക്കട്ടെ. ഐ, ഇത് കുറുന്തോട്ടിയാ? കൊണ്ട് കലടോ ചൊറിഞ്ഞ് ഭ്രാന്ത് പിടിക്കണ്ടെങ്കിൽ നായിക്കൊറണയാ. ഒരു കുറുന്തോട്ടി കണ്ടാ മനസ്സിലാകാത്ത നിന്നൊക്കെ എന്തിനു കൊള്ളാടാ കുതിര കണാരാ? കുറുന്തോട്ടി കണ്ടാ മനസ്സിലാവാൻ പറ്റില്ല. ഞാൻ ആദ്യം പറഞ്ഞില്ലേ കുറുന്തോട്ടി കിട്ടാനില്ല, ക്ഷാമാണെന്ന്. എടാ, നിന്നെയൊക്കെ സൃഷ്ടിച്ച് എന്നെ വേണം ചവിട്ടാൻ. പോടാ എന്റെ മുമ്പിന്ന്. എന്നാ ഇതിനെ കൊണ്ടുപോകും. അച്ഛനിപ്പോ പഴയ പോലെ കാഴ്ചയില്ല. കുറുന്തോട്ടിയും നായ്ക്കുരുടെയും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവില്ല. മാത്രമല്ല, ചികിത്സാ രംഗത്ത് ഞാൻ അച്ഛനെ മറികടക്കുമെന്നുള്ളൊരു ഭയമുണ്ടേ. കുറുന്തോട്ടിയൊക്കെ ഞാനും കുറെ കണ്ടതാ. അഷ്ടാംഗ ഹൃദയത്തിലും സഹസ്രയോഗത്തിലൊന്നും കുറുന്തോട്ടിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടില്ലല്ലോ. നിനക്കെന്താ? അയാളോട് മര്യാദക്ക് പെരുമാറാൻ പറയണം. ആരോട്? മാധവ വൈദ്യരോട്. സമയവും സന്ദർഭവും നോക്കാതെയുള്ള ചീത്ത പറച്ചിലുണ്ടല്ലോ, അത് അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഭാര്യയല്ലേ, ഒന്ന് ഉപദേശിച്ചോളൂ നന്നായിട്ട്. വൈദ്യരെ, വൈദ്യരെ, എന്താണോ? മൂത്തടുത്ത കുമാരൻ ചങ്കൽ പൊട്ടിച്ചു. കവലയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വന്ന് അവനെ പിടിച്ചു കെട്ടില്ലാച്ചാലേ ആരെങ്കിലും ഒക്കെ ഇന്ന് തീരും. എനിക്കിപ്പൊ പറ്റില്ല. ഇത് കണ്ടില്ലേ, ദൂരദേശത്തൊക്കെ വന്നിരിക്കുന്നവരാ. അങ്ങനെ പറയല്ലേ വൈദ്യരെ. കുമാരന്റെ സ്ഥിതി അറിയാമല്ലോ. ഭ്രാന്ത് ഇല്ലാത്തപ്പോഴേ എന്തിനും മടിക്കാത്തോനാ. നിങ്ങൾ ആരെങ്കിലും ഇന്ന് പിടിച്ചു കിട്ടുക, അപ്പോഴേക്ക് ഞാനങ്ങ് വരാം. അയ്യോ, അവനോട് ആരെടുക്കും? ആനക്കുട്ടിയല്ലേ അവൻ. വൈദ്യരോടല്ലാതെ മറ്റാർക്കെങ്കിലും അവൻ കീഴ്പ്പെടുവോ? നിന്നെ അച്ഛൻ വിളിക്കുന്ന കേട്ടില്ലേ കുഞ്ഞേഷ? എന്തിനാ? ആളുകളുടെ മുമ്പിൽ വെച്ച് ചീത്ത വിളിക്കാനല്ലേ? എനിക്ക് തീരെ ടൈമില്ലെന്ന് പറഞ്ഞേക്ക്. ചീത്ത വിളിക്കാനല്ല മോനെ, നിന്നെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവാ ഞാൻ. എന്ത് ജോലി? ഒരു ചെറിയ ജോലി. നമ്മളെ മൂത്തേരത്തെ കുമാരനെ കവലയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്, ചങ്ങല പൊട്ടിച്ച്. അവനെ ഒന്ന് പിടിച്ചു കിട്ടൂ നീ. എന്റെ അമ്മേ, നിങ്ങൾ എന്തായി പറയണേ? എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ അത്? അല്ല, ഇവനല്ലേ എപ്പോഴും പരാതി പറയാൻ ഒരു അവസരവും കൊടുക്കണില്ലാന്ന്. ഇതാ അവസരം വന്നിരിക്കണു. ഏറ്റെടുത്ത് ചെയ്യട്ടെ. അല്ല, ഇതിപ്പോ ഈ കുമാരന്റെ പ്രശ്നത്തിൽ. കുമാരനൊരു പ്രശ്നവുമല്ല. ഏൽപ്പിച്ച പണി ചെയ്യാൻ ധൈര്യം ഉണ്ടോ നിനക്ക്? ധൈര്യക്കേടല്ല. ഇപ്പൊ ഈ കുമാരന്റെ ഭ്രാന്ത് എന്ന് പറയുമ്പോൾ ഈ ഉന്മാദത്തിന്റെയും പിത്തക്കൂറലുകളായി പേടിയുണ്ടെ നീ അത് പറയടാ. വെറുതെ ഞഞ്ഞാന്ന് വർത്താനം പറയാതെ. ഒന്നും അറിയാത്ത ഈ ചക്കനെ കൊണ്ട് കൊലക്ക് കൊടുക്കാൻ നിങ്ങൾ. ഒന്നും അറിയാത്ത ചക്കനോ? അമ്മയും തുടങ്ങിയ അച്ഛനെ പോലെ ഈ മാതിരി പ്രയോഗങ്ങള്. അച്ഛന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിക്കുന്നു. കുമാരനെ ഞാൻ തളയ്ക്കും. പാവങ്ങൾക്ക് കൊടുക്കാതെ പഴം വയ്ക്കാൻ നടക്കണം. പിടിച്ചോ. ഇറക്കാം. ഇവിടെ കിട്ടില്ലേ? ഇവിടെ എന്നാ പോയിക്കോളാം മക്കളെ.
കിട്ടിയപ്പോഴേക്കും പിന്നൊക്കെ ഞാൻ എന്താടാ നോക്കണേ കൊല്ലില്ല. കഷ്ണമായി കഴിഞ്ഞാൽ നിന്നെ തന്നെ എനിക്ക് കിട്ടേണ്ടത്. നിന്റെ തന്ത കൊണ്ടുള്ള ക്ലാപ്പിലെ കള്ളവൈദ്യര് കഴിഞ്ഞ പോലെ എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞാൽ പിടിച്ചു കെട്ടി. ഉണ്ണീഷ നോക്കി നിൽക്കാൻ സമയമല്ല, ചെല്ല്. മൂത്തിരിക്കുകയാണ്, ചെല്ല്. വൈകുന്നേരം ചെന്ന് പോയി ചെല്ല്, പോയി ചെല്ല്. ചെല്ലമ്മേ വാടാ. നിന്റെ ചെവി ഞാൻ ഇറക്കും, കണ്ണ് ഞാൻ ചൂഴ്ന്നെടുക്കും, മൂക്ക് ഞാൻ ചത്തും. എന്നിട്ട് ഇതെല്ലാം ചേർത്ത് ലേഖ്യം ഉണ്ടാക്കി എന്റെ തന്തയെ തീറ്റിക്കും. കുമാര, എന്നെ ഉപദ്രവിക്കരുത്. ഒന്നുമില്ലെങ്കിലും നമ്മൾ ഒരു സ്കൂളിൽ പഠിച്ചല്ലേ. ഞാൻ 3-ലും നീ 7-ലും. നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിയില്ല, ഒരു ദിവസം നീ എന്റെ ചോറ് കട്ട് നിന്നിട്ട് ഞാൻ മാഷന്മാരോടൊന്നും പറഞ്ഞില്ല. അതാണ് കുമാര സ്നേഹം. ഞാൻ നിന്നെ ഒന്ന് കെട്ടിക്കോട്ടെ, ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ടാ നിനക്ക് എന്നോട് ഇത്ര സ്നേഹമുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ലടാ. നാട്ടുകാരെല്ലാം പറഞ്ഞ എനിക്ക് ഭ്രാന്താണെന്നാണ്. കെട്ടിക്കോ, നീ തന്നെയാണ് എന്നെ കെട്ടത്. ചോറ് കെട്ടത് മാഷോട് പറഞ്ഞിട്ടില്ല അല്ലേ? ഒരു കഴിക്ക് എത്തിക്കൊണ്ടുവരാ. കുടിക്ക കുമാരാ വരിക. ഇന്ദു, ആരുടെ കത്ത്? എന്റെ കൂട്ടുകാരിയുടെ. നീ എന്ന് മുതലാ ടൈപ്പിന് പോകാൻ തുടങ്ങിയത്? കൊറേ ആയല്ലോ. ആഹാ, എന്നിട്ടെന്താ എന്നോട് പറയായിരുന്നു? നീ പോകുന്ന സമയത്ത് അവിടെ ആൺകുട്ടികളൊക്കെ വരുന്നുണ്ടോ ടൈപ്പിന്? ഉണ്ടല്ലോ. ആരൊക്കെ? ഒരു പ്രദീപൻ, പിന്നൊരു ബാലകൃഷ്ണൻ. ബാലകൃഷ്ണൻ ആ അധികാരിന്റെ മോനോ? അത് വേണ്ട. ഏത്? അവൻ ആള് ശരിയല്ല. അവൻ പോകുന്ന സമയത്ത് നീ പോണ്ട. എന്താ കുഴപ്പം? ഇങ്ങോട്ട് ചോദ്യമൊന്നും ചോദിക്കണ്ട. ഇതെന്താ തലയിൽ എണ്ണയൊന്നും തേക്കാറില്ല നീ? ഷാമ്പു ഇട്ടതാ. ആര് പറഞ്ഞു ഷാമ്പു ഇടാൻ? അതൊക്കെ തലയ്ക്ക് കേടാ. വീട്ടിൽ നീലി ഭൃങ്ങാതിരിപ്പുണ്ട്, വന്നെടുത്തോളൂ. 64 പച്ചമരുന്നുകൾ ചേർത്ത് ഞാൻ തന്നെ കാച്ചിയതാണ്. വലിയേട്ടന് എണ്ണ കാച്ചാനൊക്കെ അറിയോ? അതറിയാതെ ഇപ്പൊ ലേഹ്യം ഉണ്ടാക്കുന്നതും കഷായം കൊടുക്കുന്നതും ഒക്കെ ഞാൻ തന്നെയാ. രോഗികളെയും പരിശോധിക്കാൻ തുടങ്ങി. വലിയേട്ടനോ? ഉവ്വ്, വലിയേട്ടൻ തന്നെ. ഭ്രാന്തകുമാരനെ തളക്കാൻ അച്ഛൻ എന്നെയല്ലേ വിട്ടത്? ഓ,
എന്നിട്ടെന്താ, ഞാൻ ചില പൊടിക്കൈകൾ പ്രയോഗിച്ചു. ആ ഭീമസേനെ പുല്ലുപോലെ ഞാൻ കീഴടക്കി. എന്തിനാന്നോണ പറയുന്നത്? വല്യേട്ടനെ എടുത്തു പൊക്കി വട്ടം കറക്കി എറിഞ്ഞില്ലേ കുമാരൻ? എന്നിട്ടൊടുവിൽ അമ്മാവൻ വന്നിട്ടല്ലേ അവനെ തളച്ചത്. ഇതാര് പറഞ്ഞു? നാട്ടിലൊക്കെ പാട്ടാ, ആളുകളൊക്കെ പറഞ്ഞു ചിരിക്കുക. ആരാ ഈ നേരത്ത്? ഓ, ഈ അമ്മാവൻ പദവി ഇത്ര ഭാരിച്ചതാണെന്ന് എനിക്കിപ്പോഴാ മനസ്സിലായത്. കയറി ഇറങ്ങാൻ ഇനി ഈ പഞ്ചായത്തിലോ അടുത്ത പഞ്ചായത്തിലോ ഒരു വീടുമില്ല. സെൻസസ് എടുക്കുന്ന പണി കിട്ടിയോ ശിവശങ്കറിന്? ആ വേണം. ഈ ചോദ്യം ഞാൻ കേൾക്കണം. പഠിപ്പില്ല, പണിയില്ല, മര്യാദയ്ക്ക് ഒരു മനുഷ്യക്കോലമില്ല. അങ്ങനെയുള്ള ഒരു ചെറുക്കനെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചോണ്ട് വന്ന ഞാൻ ഇത് തന്നെ കേൾക്കണം. ഏത് ചെക്കൻ, ഏത് പെണ്ണ്? ആഹാ, ഇപ്പൊ അങ്ങനെയായോ? ഈ ശിവശങ്കരനൊരു കാര്യം ഏറ്റാതെ ഏറ്റതാ. കുഞ്ഞീഷിന്റെ കാര്യമാണ് ആങ്ങളെ ഈ പറയണത്. പിന്നെ ആരുടെ കാര്യ പെങ്ങളെ ഞാൻ ഏറ്റത്? ആ അത് ശരി. എന്നിട്ട് എന്തായി? മാസത്തിൽ തേങ്ങ 300, ദിവസത്തിൽ 5 ലിറ്റർ പാല് കറക്കുന്ന സിന്ധിപ്പശു 1. കുഞ്ഞീഷനെ ഞാൻ കണ്ടുവച്ചിരിക്കുന്ന പെണ്ണിന്റെ സ്വത്ത് വിവരമാ ഞാനീ പറഞ്ഞത്. അന്തസ്സായിട്ടൊരു കുടുംബം പുലർത്താൻ ഇതൊക്കെ ധാരാളമല്ലേ? പെണ്ണ് എവിടുന്ന ആങ്ങളെ? ആ, ഇവിടെ അടുത്തൊന്നും തന്നെ പെങ്ങളെ. അടുത്തെന്ന് വെച്ചാ നമുക്കൊക്കെ അറിയാവുന്നിടത്തും തന്നെ. അതേതാ അങ്ങനെ ഒരു പെണ്ണ്? ആ, നമ്മുടെ അംശക്കച്ചേരിലെ വടക്കേലെ വടക്കേലെ വീടിന്റെ കിഴക്കാപ്പുറത്ത്, അതായത് നമ്മളെ മൂത്തയിടത്തെ. ഓ, മൂത്തേടത്തെ വീടിന്റെ അതിലുള്ള നമ്പ്യാരുടെ മോളായിരിക്കും. അയ്യോ, അതിന് വരെ പോകണ്ട. പിന്നെ മൂത്തയിടത്ത് തന്നെ മൂത്തടുത്ത് കുമാറിന്റെ മകള്. ഭ്രാന്തൻകുമാരന്റെയോ? ആ, അതിലിപ്പോ കുമാറിനൊരു കുഴപ്പമില്ലെന്നേ. അവസാനം എന്റെ മോൻ ആങ്ങളെ കണ്ടുപിടിച്ചോണ്ട് വന്നത് ഒരു പ്രാന്തന്റെ പെങ്ങളെ അല്ലേ? ആ, ഈ ഇരിക്കുന്ന എന്റെ എളിയൻ സർവ്വരോഗങ്ങളുടെയും മർമ്മം അറിയാവുന്ന ഒരാളാ. പെങ്ങൾ അങ്ങോട്ട് ചോദിച്ചു നോക്ക്. ഈ വസൂരിയും കോടതിയും ഒക്കെ പോലെ ഭ്രാന്തൊരു പകർച്ചവ്യാധി അല്ലെന്ന്. എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് വേണോ? വേണം. ഈ ഒരു കുറവൊഴിച്ച മുത്തേളത്തെ നിലപാടിന് വേറെന്താ ഒരു കുഴപ്പം? പിന്നെ കല്യാണം കഴിഞ്ഞാൽ കുഞ്ഞുവിഷൻ ഭ്രാന്തകുമാറിനെ കെട്ടിപ്പിടിച്ചോണ്ടാണോ കിടക്കാൻ പോണേ? എന്നാലും എന്നാലും ഇല്ല, ഇതങ്ങോട്ട് ഉറപ്പിക്കുക. ബാക്കി ഞാൻ നോക്കിയോളാം. കുഞ്ഞുവിഷ്ണൻ ആരെങ്കിലും ഒന്ന് കെട്ടിയാ മതി, എന്നേ ഉള്ളൂ. കല്യാണം എന്ന് കേട്ടപ്പോ തന്നെ ഒരാളൊന്ന് ഇളകിയിരിക്കുക. ഞാൻ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം. പിന്നെ എന്താ? മോനെ കുഞ്ഞീഷ, അയ്യോ എനിക്ക് വയ്യ, ഞാനിപ്പോ ചാവും. എന്തിനമ്മാവ ഇത്ര കഷ്ടപ്പെടുന്നത്? ഒരു 5 ഉറുപ്പ്യ കൊടുത്താൽ ആരെങ്കിലും സഹായിക്കും. 5 ഉറുപ്പ്യ കൊടുത്താൽ എനിക്ക് 10 പ്രാവശ്യം താടി പിടിക്കാം. നിനക്കറിയോ? നീ ഒരു കൈയും തള്ളിക്ക്. അല്ല, എനിക്കിപ്പൊ കുറച്ച് തിരക്കണ്ട, ഞാൻ നാളെ വരാം. അല്ലടോ, താൻ എന്റെ കൂടെ വാ. തന്നോട് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. എന്താ അത്? ഒന്ന് തള്ളിക്കേ കുഞ്ഞുഷ. എന്താ അമ്മാവ പറയാനുണ്ട്? അതൊക്കെ പിന്നെ പറയാം. നീ ഒന്ന് ശരിക്ക് തള്ളേ. ഞാൻ ശരിക്കും തള്ളുന്നുണ്ട് അമ്മാവ. ഇപ്പൊ എങ്ങനെയുണ്ട്? കൊള്ളാം കൊള്ളാം, ഇപ്പൊ കൊള്ളാം. എന്നാൽ ഇനി കാര്യം പറ. പറ്റൊന്നുമല്ല, നിന്റെ കല്യാണത്തിന്റെ കാര്യം തന്നെ. ഒരമ്മാവനെന്ന നിലയ്ക്ക് ഞാനല്ലേ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്. അച്ഛനുമായിട്ട് സംസാരിച്ചു, നിന്റെ കല്യാണം അങ്ങ് ഉറപ്പിച്ചു. നേരാണോ അമ്മാവ? ഇക്കാര്യത്തിൽ ആരോടാ നുണ പറയുന്നത്? നീ തള്ളുന്നില്ല. ഇനി തീരെ സമയമില്ല. ഇനി അമ്മാവൻ തന്നെത്താൻ വലി.